എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ ഡാറ്റ സ്ട്രക്ചേഴ്സിനുമുള്ള രണ്ട് ഇംപ്ലിമെൻറ്റേഷനിൽ ഒന്ന് അറേ ഇംപ്ലിമെൻറ്റേഷൻ, രണ്ടാമത്തെ ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് വലിയ ടോപ്പിക്കാണ്, അതായത് അതിൽ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അറേ എന്ന് പറഞ്ഞാൽ അറേ ഒറ്റൊന്നേ ഉള്ളൂ. ഓക്കെ, അറേക്ക് വേറെ പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നുമില്ല. പക്ഷേ ലിങ്ക് ലിസ്റ്റ് അങ്ങനെയല്ല, പലതരത്തിലുള്ള ലിങ്ക് ലിസ്റ്റുകളുണ്ട്. പല പല ആപ്ലിക്കേഷനിലും നമുക്ക് പലതരത്തിലുള്ള ലിങ്ക് ലിസ്റ്റുകളായിരിക്കും സഹായകരമായിരിക്കുക. ഓക്കെ, നമുക്ക് നോർമലി സ്റ്റാക്ക് ക്യൂ എന്നുള്ള ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോർമലി എപ്പോഴും ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ലിസ്റ്റാണ് നമുക്ക് ആവശ്യം. ട്രീയും ഗ്രാഫിലേക്കൊക്കെ പോകുമ്പോഴാണ് ഡബിളി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ലിസ്റ്റ് ആവശ്യമായി വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ സർക്കുലാർ വേർഷനുണ്ട്. ഓക്കെ, നമ്മൾ അറേയിൽ സർക്കുലാർ അറേ പഠിച്ചതുപോലെ, സർക്കുലാർ ക്യൂ പഠിച്ചതുപോലെ ഇവിടെയും ഒരു സർക്കുലാർ വേർഷൻ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ ബേസിക്കായിട്ട് സിംഗിളി, ഡബിളി, സർക്കുലാർ എന്നുള്ള 3 വേരിയേഷൻസ് വരുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഓക്കെ, എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സിന് അറേ അതുപോലെ പോയിൻ്റർ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇംപ്ലിമെൻറ്റേഷൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ പോയിൻ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പോയിൻ്റർ എന്താണെന്ന് അത് ഞാൻ പറയേണ്ടായി. മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്ററിനും അറേയും തമ്മിലുള്ള കമ്പാരിസൺസിൽ രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് കൂടുതൽ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെയാണ്. ഏറ്റവും എളുപ്പമുള്ളത് അറേ തന്നെയാണ്. പക്ഷേ എഫിഷ്യൻസി നോക്കുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റാണ് ഓൺ ആവറേജ് നമുക്ക് നല്ല റിസൾട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും, ചിലപ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും, ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്കതിൽ കൂടുതൽ ശ്രദ്ധ ഒന്നേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. താഴെ കാണുന്ന ഒരു ഫിഗർ പോലെ ഇരിക്കും. സാധാരണ നമ്മൾ അറേ എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് വരച്ച് ഓരോന്നോരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനൊക്കെ സിംഗിൾ സെല്ലുകളാക്കി കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ 2 ഡിവിഷൻസ് ഒരു സെല്ലിൽ വരുന്നില്ല. അപ്പോൾ താഴെ കാണുന്നതിൽ ABCD എന്ന് എഴുതിയിട്ടുള്ള ഓരോ സെല്ലും കാണാനുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഒരു എംപ്റ്റി സെല്ലും കൂടി നമുക്ക് കാണാനുണ്ട്, അല്ലേ? അപ്പോൾ എ എന്നുള്ള ഒരൊറ്റൊരു ബോക്സിൽ തന്നെ 2 ഡിവിഷനുണ്ട്. സാധാരണ അറേ ഇംപ്ലിമെൻറ്റേഷനിൽ അങ്ങനെ 2 ഡിവിഷൻ്റെ ആവശ്യമില്ല. എക്ക് ഇരിക്കാനുള്ള സ്ഥലം മാത്രം, അടുത്തത് ബിക്ക് ഇരിക്കാനുള്ള സ്ഥലം മാത്രം, സിക്ക് ഇരിക്കാനുള്ള സ്ഥലം, ഡിക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഇവരൊക്കെ തമ്മിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ലൊക്കേഷനിലാണ്. ഫിസിക്കലായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് തുടർച്ചയായിട്ടുള്ള ലൊക്കേഷൻസിലാണ് ഇവരെല്ലാവരും സ്റ്റോർ ആയിട്ടുണ്ടാവുക. അതാണ് അറേയുടെ ഒരു പ്രത്യേകത. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനാണ്. അതുകൊണ്ട് എ എന്നുള്ളത് 100 എന്നുള്ള പൊസിഷനിലാണെങ്കിൽ 100, 101. എ എന്നുള്ളത് ഇപ്പോൾ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, എല്ലാ ക്യാരക്ടറായിട്ട് എടുക്കുകയാണെങ്കിൽ 100 എന്നുള്ള അഡ്രസ്സിൽ എ ഉണ്ടായിരിക്കും, 101 എന്നുള്ളതിൽ ബി ഉണ്ടായിരിക്കും, 102 എന്നുള്ളതിൽ സി ഉണ്ടായിരിക്കും, 100 എന്നുള്ളതിൽ 100 എന്നുള്ളതിൽ എ ഉണ്ടായിരിക്കും, 101 എന്നുള്ളതിൽ ബി ഉണ്ടായിരിക്കും, 102 എന്നുള്ളതിൽ സി ഉണ്ടായിരിക്കും, 103 എന്നുള്ളതിൽ ഡി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ എലമെൻസിനെ നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയല്ല. അവരെല്ലാവരും നോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ലൊക്കേഷൻസിലാണ്. അവരെവിടെയാണെന്ന് നമുക്ക് മുമ്പേ കൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് സ്ഥലമുള്ളത് അവിടെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ എ എന്നുള്ളത് ചിലപ്പോൾ 100-ലാവാം, ബി എന്നുള്ളത് 200-ലാവാം, സി എന്നുള്ളത് ചിലപ്പോൾ 50-ലാവാം, ഡി എന്നുള്ളത് 10-ലാവാം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് മെമ്മറി നമ്മൾ ചോദിക്കും. നമ്മൾ ഇതാണ് ഡൈനാമിക്കലിയാണ് നമ്മൾ മെമ്മറി ലൊക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ചോദിക്കുന്നു അത്രയും സ്ഥലം. അപ്പോൾ ആ സമയത്ത് എവിടെയാണ് അലോക്കേറ്റ് ചെയ്ത് തരാൻ പറ്റുക, അവിടെ നമുക്ക് OS അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് പറയുക. അറേയിൽ നമുക്ക് ഈ എലമെൻസിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്കിൻ്റെ ആവശ്യമില്ല. കാരണം അവർ ഒരേ അറയുടെ പേരിൽ തുടർച്ചയായിട്ടുള്ള ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറയുടെ പേര് A എന്നാണെങ്കിൽ A0 എന്നുള്ളത് ആദ്യത്തെ എലമെൻ്റ് ആയിരിക്കും, A1 എന്നുള്ളത് അടുത്ത എലമെൻ്റ് ആയിരിക്കും, A2 അടുത്തതായിരിക്കും, അങ്ങനെ പോകും. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റിലാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മെമ്മറി വാങ്ങി അതിൽ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ലിങ്കിങ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എ എന്നുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെമ്മറിയും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എക്ക് വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി വാങ്ങിക്കും.
അത് വാങ്ങിച്ചിട്ട് നമ്മളതിൻ്റെ നെക്സ്റ്റ്, അപ്പോൾ അതിൻ്റെ രണ്ട് ഒരു മെമ്മറി വാങ്ങിക്കുമ്പോൾ നമ്മളതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഡേറ്റ വെക്കാനുള്ള സ്ഥലവും ഒന്ന് നെക്സ്റ്റ് എന്നുള്ളതും. ആ നെക്സ്റ്റാണ് പോയിൻ്റർ. ഓക്കെ, അപ്പോൾ ഒരേ മെമ്മറിയുടെ തന്നെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി, ഒന്ന് നമ്മൾ എക്ക് വേണ്ടിയിട്ട്, അതായത് എലമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗം നീക്കി വെച്ചു. പിന്നെ അടുത്തത് പോയിൻ്റർ നെക്സ്റ്റ് എന്നുള്ള അടുത്ത ഒരു നോഡിൽ, നമ്മൾ നോഡ് എന്ന് പറയുക ലിങ്ക്ഡ് ലിസ്റ്റിൽ നോഡ്സ്, അപ്പോൾ അടുത്തൊരു നോഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇതേപോലത്തെ ഒരു ബോക്സിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റർ. അപ്പോൾ എ മാത്രമുള്ള കേസിലാണെങ്കിൽ എ എന്നുള്ളൊരു വാല്യൂ ഉണ്ടായിരിക്കും, അതിന് നെക്സ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത് നള്ളായിരിക്കും. മെമ്മറി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നൾ എന്നാണ് പറയുക. ഓക്കെ, നൾ. അപ്പം മെമ്മറി അടുത്ത നെക്സ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരേ ഒരു എലിമെൻറ്റ് മാത്രം ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് എന്നുള്ള ആ പൊസിഷൻ നള്ളായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്ന ഹെഡ് എന്നൊരു കാര്യം കാണാൻ, ഒരു ആരോ കാണാനുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പോൾ അറയിലാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, അറയുടെ പേര് എ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇന്നത് കൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ലൊക്കേഷൻസിലും എത്താൻ സാധിക്കും. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെയൊന്നുമില്ല, കാരണം നമ്മൾ അവിടുന്ന് ഇവിടുന്നും ഓരോ മെമ്മറീസ് വാങ്ങിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് പേരുകൾ നമുക്ക് ഓരോരോ പേരുകളല്ല നമ്മൾ കൊടുക്കുക. അപ്പോൾ എക്ക് എന്നൊരു പേര്, ബിക്ക് വേറൊരു പേര്, സിയുടെ അതിന് വേറൊരു പേര്, ഡിക്ക് വേറൊരു പേര് എന്ന രീതിയിലുള്ള വേരിയബിൾസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം അങ്ങനെ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമ്മൾ അറേ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പണ്ട് വന്നത്. ഓക്കെ, കുറേ എലമെൻറ്റ്സ്, ഇപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വേറെ വേറെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അറേ അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ എത്ര നോഡുകൾ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കുക, ഓരോ പേരിൽ ഓരോ വേരിയബിൾ ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഒരേ പേരിൽ തന്നെയാണ് ആൾക്കാരെ ഉണ്ടാക്കുന്നത്, പക്ഷേ അവരെന്ത് ചെയ്യും, ഈ രീതിയിൽ കൃത്യമായ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, എ എന്നുള്ള എലമെൻറ്റിന് ശേഷം ആരാണ് വരുന്നത്, ബി. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കൊരു പോയിൻ്റർ കൊടുക്കും, ഒരു ലിങ്ക് കൊടുക്കും. അടുത്ത് ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ലിങ്ക് കൊടുക്കും. അന്ന് സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ലിങ്ക് കൊടുക്കും. ഒരു ട്രെയിൻ പോലെ. ഓക്കെ, ട്രെയിനിൻ്റെ എഞ്ചിനെ നിങ്ങൾക്ക് ഹെഡായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്കൊരു തുടക്കം വേണമല്ലോ. ഓക്കെ, ട്രെയിനിനെ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ ബോഗീസ് മാത്രം പോരാ, എഞ്ചിനും കൂടി വേണം. അപ്പോൾ എഞ്ചിൻ പോലെ നിങ്ങൾക്ക് ഹെഡിനെ കൺസിഡർ ചെയ്യാം. ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റ്, ആദ്യത്തെ ബോഗിയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്കറിയാം എഞ്ചിൻ ആദ്യത്തെ ബോഗിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആദ്യത്തെ ബോഗി, രണ്ടാമത്തെ ബോഗി, മൂന്നാമത്തെ ബോഗി, നാലാമത്തെ ബോഗി, അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവസാനത്തിലൊന്നും ഉണ്ടാവില്ല, എക്സ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ഏറ്റവും ബാക്കിലത്തെ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലെ ബോഗിയുടെ പിന്നിൽ എക്സ് എന്നായിരിക്കും ഓർക്കുന്നുണ്ടാവും. ഇവിടെയും നമ്മൾ അങ്ങനെ എക്സ് തന്നെ എഴുതും. അപ്പോൾ നൾ എന്ന് നമ്മൾ പറയും. നള്ളിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ആ പോയിൻ്റർ നെക്സ്റ്റിൻ്റെ വാല്യൂവിൽ നൾ അല്ലെങ്കിൽ ക്രോസ് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് കഴിഞ്ഞു, അതിന് ശേഷം ഒന്നുമില്ല എന്നാണ് മീനിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിന് പ്രത്യേകിച്ച് ഒരു പേരോ അല്ലെങ്കിൽ ഇന്ന പൊസിഷൻസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കയറാൻ, നമ്മുടെ ആ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി പോയിൻ്റ് എന്ന രീതിയിൽ, എൻജിനായ രീതിയിൽ നമുക്ക് ഹെഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് ഹെഡ് ആദ്യം ഒന്നും ഉണ്ടാവില്ല, നള്ളായിരിക്കും. ഓക്കെ, കാരണം എൻജിൻ മാത്രമേ ഉള്ളൂ, അതെങ്ങോട്ടും പോയിൻ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് നമ്മൾ എനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, എ എന്നുള്ള നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്നൊരു പേര് കൊടുത്തതല്ല, നോഡിൻ്റെ ഉള്ളത്തെ വാല്യൂവിനെ പറഞ്ഞു എന്ന് മാത്രം, ഡേറ്റ എ ആണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എ എന്നിരിക്കുന്ന ആ നോഡിനെ നമ്മൾ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കുന്നു. നമുക്ക് കിട്ടുന്ന ഒരു അഡ്രസ്സാണ് നമുക്ക് കിട്ടുക. 100 എന്നുള്ള അഡ്രസ്സാണെങ്കിൽ 100 എന്നുള്ള അഡ്രസ്സ് നമുക്ക് കിട്ടുന്നു. ആ അഡ്രസ്സിൽ നമ്മൾ ഡേറ്റ പാർട്ടിൽ നമ്മൾ എനെ വെക്കുന്നു, നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പോയിൻ്ററിനെ വെക്കുന്നു. പക്ഷേ ആദ്യമായിട്ടായതുകൊണ്ട് അതിൽ പോയിൻ്ററിലൊന്നും വെക്കാനില്ല, എ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് നള്ളായിരിക്കും അതിൻ്റെ നെക്സ്റ്റ്. ഓക്കെ, അവ ഹെഡിനെയും എന്നിട്ട് എന്ത് ചെയ്യണം, പുതിയ ഒരാളെ ക്രിയേറ്റ് ചെയ്തു, അതിനുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ വെച്ചു. ഇനി ഹെഡായിട്ട് കണക്ട് ചെയ്യണം, എഞ്ചിനായിട്ട് ആ ബോഗിയെ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഹെഡിനെ എന്ത് ചെയ്തു, ഹെഡിൻ്റെ ഉള്ളിൽ ആദ്യം നള്ളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഹെഡിൻ്റെ ഉള്ളിൽ 100 എ എന്നുള്ള നോഡിൻ്റെ, എന്നുള്ള ഡേറ്റയുള്ള നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ ഹെഡിൽ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ഹെഡ് എന്ത് ചെയ്യും, ആദ്യത്തെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹെഡിനെ ഒരു എഞ്ചിനായിട്ടും ബാക്കിയുള്ള ഓരോന്നിനെയും ഓരോ കമ്പാർട്ട്മെൻറ്റ്സായിട്ടും വിചാരിക്കുക. ആദ്യമായിട്ട് വരുമ്പോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഹെഡിലൊന്നുമില്ല, നള്ളാണ്. ഓക്കെ, ഇനി ആദ്യത്തെ എലമെൻറ്റ് വരുമ്പോൾ നമുക്ക് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ വഴി നമ്മൾ ചോദിക്കുന്നു, നമുക്ക് കിട്ടുന്നു. ആ അഡ്രസ്സിനെ നമ്മൾ ഹെഡിൽ വയ്ക്കുന്നു, ആ അഡ്രസ്സിൽ ഡേറ്റ പാർട്ടിൽ എ വയ്ക്കുന്നു, നെക്സ്റ്റിൽ നമ്മൾ ഒന്നുമില്ല, നള്ളാണ് മെമ്മറി. ഇനി അടുത്ത എലമെൻറ്റ് ബി വരുമ്പോൾ, ബി എക്ക് ശേഷമാണ് വെക്കേണ്ടതെങ്കിൽ, നമുക്ക് പല സ്ഥലത്തും വെക്കാം. ഓക്കെ, ബി എക്ക് ശേഷമാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
ബിക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ എക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതൊക്കെ തന്നെയാണ് ബിക്കും വേണ്ടി ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് വേറെ വേറെ വേരിയബിൾസ് അല്ല, എല്ലാം ഒരേ വേരിയബിളായിട്ട് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ നോഡ് എന്നാണ് സാധാരണ നമ്മളിതിനെ പറയാറ്. ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബിക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറി നമ്മൾ ചോദിച്ചു, ബിക്ക് വേണ്ടി മെമ്മറി തന്നു. സപ്പോസ് 200 വിചാരിക്കുക. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഹെഡിലേക്ക് 200 വയ്ക്കുകയല്ല. കാരണം ഹെഡ് എന്നുള്ളത് എഞ്ചിനാണ്. എഞ്ചിൻ ഓൾറെഡി ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിനെയാണ് സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റായിട്ട് കണക്ട് ചെയ്യേണ്ടത്. എനെയാണ് ബി ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഹെഡിനെ അല്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം, ആദ്യത്തെ എലമെൻ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഹെഡിനെ നമ്മൾ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഇൻസേർഷൻസിലൊന്നും നമ്മൾ ഹെഡിനെ മാറ്റേണ്ടതില്ല. അപ്പോൾ നമ്മൾ ബീനെ ആഡ് ചെയ്യണമെങ്കിൽ അത് വേണം, ബിക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറി റിക്വസ്റ്റ് ചെയ്യണം. സപ്പോസ് അത് 200 വിചാരിക്കുക. 200 എന്നുള്ള ലൊക്കേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 200 എന്നുള്ളതിനെ എവിടെ വെക്കണം? എയുടെ നെക്സ്റ്റിലാണ് വെക്കേണ്ടത്. കാരണം എനെയാണ് ബി ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് എന്നുള്ളത് ഒരു ലിങ്കായിട്ട് നമുക്കറിയാം. ഫിസിക്കലി 2 കമ്പാർട്ട്മെൻറ്റ് തമ്മിലൊരു ലിങ്ക് ഉണ്ട് അല്ലേ, ഒരു ഇരുമ്പ് ഇതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതേപോലെ എയുടെ നെക്സ്റ്റ് ഓൾറെഡി നള്ളായിരുന്നു, അതിനെ പിടിച്ച് നമുക്ക് 200 ആക്കണം. അതിനെ 200 ആക്കിയാൽ ജസ്റ്റ് ആ കണക്ഷൻ വന്നോളും, ലോജിക്കലായിട്ടുള്ള കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ എയുടെ നെക്സ്റ്റിൽ 200 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എ എന്നുള്ളത് ബിയിലേക്ക് പോയിൻ്റ് ചെയ്തോളും. ഓക്കെ, ബിയുടെ നെക്സ്റ്റ് അപ്പോഴും നള്ളായിരിക്കും, കാരണം ഇതിന് ശേഷമൊന്നുമില്ല. ഇതേപോലെ തന്നെ പ്രൊസീജിയറാണ് സിക്കും ഡിക്കും ഒക്കെ വേണ്ടത്. സി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബിയുടെ നെക്സ്റ്റിലാണ് സിയുടെ അഡ്രസ്സ് കൊടുക്കേണ്ടത്. ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ നെക്സ്റ്റിലാണ് ഡിയുടെ അഡ്രസ്സ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഞാൻ ഓവർവ്യൂ പറഞ്ഞെന്നുള്ളൂ, നമുക്ക് പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ലിങ്ക് ലിസ്റ്റ് നമ്മൾ കുറച്ച് അറേയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസുകൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മ നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ്. അറേയുടെ സൈസ്, ഫസ്റ്റ് പോയിന്റ് സൈസ് ഓഫ് ദി അറേ ഈസ് ഫിക്സ്ഡ്. നമുക്കറിയാം, ഒരു നിവൃത്തിയില്ല. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൊക്കേഷൻസ്, ഇൻഡിജേഴ്സ് ആണെങ്കിൽ 200 ബൈറ്റ്സ്, ക്യാരക്ടർ ആണെങ്കിൽ 100 ബൈറ്റ്സും റിസർവ്ഡ് ആണ്. നമുക്കിനി ഇതിൽ മാറ്റം വരുത്താൻ നിവൃത്തിയില്ല. അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത്രയും ബൈറ്റ്സ് റിസർവ്ഡ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇൻസേർട്ടിങ് എ ന്യൂ എലമെൻറ്റ് ഇൻ അറേ ഈസ് എക്സ്പെൻസീവ്. നമ്മൾ നേരത്തെ കണ്ടു, ലിസ്റ്റിൻ്റെ അറേ ഇംപ്ലിമെൻറ്റേഷനിൽ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യണം? അതിന് ആ പൊസിഷനിൽ തൊട്ടടുത്ത പൊസിഷനിലുള്ള എലമെൻറ്റ്സിനെല്ലാം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണം. ഓക്കെ, അതാണ് അറേയുടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ നമ്മൾ എക്സാമ്പിളൊക്കെ നമ്മൾ കണ്ടതാണ്, എന്നാലും ജസ്റ്റ് ഇപ്പോൾ 1000, 1010, 1050, 2000, 2040 എന്നുള്ള 2, 4, 5 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് 1005 ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് ഓർഡറിലാണ്. അപ്പോൾ 1000 ശേഷമാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 140 ഒരു പൊസിഷൻ റൈറ്റിലേക്ക് മാറ്റണം. 2000 2040 ഇടണം. 1050 2000 ഇടണം. 1010 1050 ഇടണം. എന്നിട്ട് വേണം 1010 എന്നുള്ളതിലേക്ക് 1005 എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ, അതുപോലെ ഡിലീറ്റ് ചെയ്യാനും ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡൈനാമിക് സൈസാണ്. ഓക്കെ, അത് ഇൻസേർഷൻ ഡിലീഷനും എളുപ്പമാണ്. നേരത്തെ അറേയുടെ ഡിസഡ്വാൻറ്റേജാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജായിട്ട് വരിക. ഓക്കെ, ഇതിൽ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ, ഇതിൽ ലിങ്ക് ലിസ്റ്റിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് സമ്മതിക്കില്ല, നമുക്ക് എളുപ്പമല്ല. ഓക്കെ, കാരണം അറേയിലാണെങ്കിൽ ആ ഇൻഡെക്സ് പറഞ്ഞാൽ ഫൈൻഡ് കേത്ത് എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു അല്ലേ. ഇത്രാമത്തെ എലമെൻറ്റുള്ള വാല്യൂ, പൊസിഷനിലുള്ള വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരുന്നു, ലൂപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ലിങ്ക് ലിസ്റ്റിൽ അങ്ങനെയല്ല. എന്ത് വേണം? ലിങ്ക് ലിസ്റ്റിൽ ലൂപ്പിലൂടെ കടന്നു പോയി നമ്മൾ ഓരോരോ പൊസിഷനായി നോക്കിയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഇത്രാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓടി ചെന്ന് അറേയുടെ സൈസും ഇൻഡെക്സും പറഞ്ഞ് നമുക്ക് എടുക്കുന്നത് പോലെ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, എക്സ്ട്രാ മെമ്മറി സ്പേസ് വേണം. പോയിൻ്ററിന് നമ്മൾ ഓൾറെഡി കണ്ടു. അറേ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ മാത്രമേ വേണ്ടൂ, എ ബി സി ഡി മാത്രമേ വേണ്ടൂ, അതിന് നെക്സ്റ്റ് പാർട്ട് ആവശ്യമില്ല. പക്ഷേ ലിങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ എക്സ്ട്രാ മെമ്മറി നമുക്ക് പോയിൻ്ററിനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ ക്യാഷ് ഫ്രണ്ട്ലി അല്ല. നിങ്ങൾ സി എയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ടെമ്പറൽ ലൊക്കാലിറ്റി, സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ള മെമ്മറി ലൊക്കേഷന് തൊട്ടടുത്തതോ അല്ലെങ്കിൽ അതിനെ തന്നെയോ വീണ്ടും നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംഗതികൾ ലോഡായി കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഓൺ ചെയ്തു, ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ MS ഓഫീസ് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഗെയിം ഓപ്പൺ ചെയ്തു, കുറച്ചധികം സമയം എടുക്കും. അത് ക്ലോസ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ എടുത്ത അത്രയും തന്നെ സമയം വേണ്ടി വരില്ല. ഓക്കെ, അതാണ് നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്തടുത്ത ലൊക്കേഷനിലല്ലാത്തത് കൊണ്ട് പറയുകയാണെങ്കിൽ എല്ലാം തൊട്ടടുത്തടുത്ത ലൊക്കേഷനില്ല. ഒന്നിനെ എടുത്ത തൊട്ടടുത്തതിനെ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ
ലിങ്ക് ലിസ്റ്റിൽ ഒന്ന് 100 ആണ്, ഒന്ന് 200 ആയിരിക്കാം, ഒന്ന് 300 ആയിരിക്കാം, ഒന്ന് ചിലപ്പോൾ 1000-ലായിരിക്കാം, ചിലപ്പോൾ 1,00,000-ലായിരിക്കാം. അങ്ങനെ കുറേ എന്താണ് സ്പാസായിട്ടാണ് കിടക്കുന്നത്. ഒന്ന് അടുത്തടുത്തല്ല. ഓക്കെ, ഒക്കെ ദൂരെയാണ് ഓരോരുത്തരും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ആ രീതിയിലുള്ള നമുക്ക് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, എന്തുകൊണ്ട് പക്ഷേ ഇതൊക്കെ കൊണ്ടാണെങ്കിലും നമുക്ക് ലിങ്ക് ലിസ്റ്റാണ് വൺസ് ഇംപ്ലിമെൻറ്റഡ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലുള്ള പ്രധാന കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹെഡിലൊന്നും ഉണ്ടായിരിക്കില്ല, നള്ളായിരിക്കും. ഓക്കെ, നമുക്ക് എല്ലാ നോഡിലും ഉണ്ടായിരിക്കുക ഡേറ്റ, പിന്നെ ഒരു പോയിൻ്റർ, നെക്സ്റ്റ് എന്നുള്ള ഒരു നെക്സ്റ്റ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡേറ്റയും ഒരു പോയിൻ്ററുമാണ് ഓരോ നോഡിലും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രോഗ്രാമിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, അറേ ഉപയോഗിച്ച് നമുക്ക് ഈ ഡേറ്റ പാർട്ടിനെയും നെക്സ്റ്റ് പാർട്ടിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഡേറ്റ എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആവാം, ക്യാരക്ടർ ആവാം, ഫ്ലോട്ട് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എന്നാൽ നമ്മുടെ പോയിൻ്റർ എന്ന് പറയുന്നത് അതൊരു മെമ്മറിയാണ്. ഓക്കെ, ഒരു മെമ്മറി ടൈപ്പാണ്, അതായത് ഈ നോഡിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇൻഡ് ഡേറ്റയും നോഡ് സ്റ്റാർ നെക്സ്റ്റുമാണ്. നോഡ് എന്ന് പറഞ്ഞാൽ ഇതേ ക്ലാസ്സിൻ്റെ പേര് തന്നെയാണ്. ഓക്കെ, അതായത് ഇതേപോലെ രണ്ട് ഭാഗമുള്ള ഒരു നോഡിലേക്കാണ് നമ്മുടെ നെക്സ്റ്റ് അല്ലെങ്കിൽ അഡ്രസ്സ് എന്നുള്ളത് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിസിമിലർ ഡേറ്റ ടൈപ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ നമ്മൾ സാധാരണ സിയിൽ ഉപയോഗിക്കുന്നത് സ്ട്രക്ചറാണ്. ഓക്കെ, C++ൽ വരുമ്പോൾ നമുക്ക് സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്ലാസ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ക്ലാസ്സും സ്ട്രക്ചറും ഏകദേശം കമ്പയറബിൾ ആണ്. കൂടുതൽ കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, അത് വേറെ കാര്യം, എന്നാലും നമുക്കങ്ങനെ പറയാം. അപ്പോൾ ക്ലാസ്സാണ് നമ്മളിവിടെ C++ൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡേറ്റ വെക്കാനുള്ള സ്ഥലം, ഒന്ന് അഡ്രസ്സ് വെക്കാനുള്ള സ്ഥലം. ഓക്കെ, ഇതാണ് നമ്മുടെ നോഡ്. ഓക്കെ, ഒരു ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിന് എത്ര മെമ്മറി വേണം അത് നമ്മൾ ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ, ന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചാൽ മാത്രം മതി. അപ്പോൾ ഉടനെ നമുക്ക് എന്ത് കിട്ടും, ഈ ക്ലാസ്സിന് എത്ര സ്ഥലം വേണം, ഡേറ്റ വെക്കാനും മെമ്മറി അഡ്രസ്സ് വെക്കാനും എത്ര സ്ഥലം വേണം, അത്രയും സ്ഥലം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ് ചെയ്ത് തരും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഹെഡ് എന്നുള്ളതൊക്കെ എല്ലാം നോഡുകളാണ്. ഓക്കെ, അപ്പോൾ ഹെഡ് എന്നുള്ളത് നോർമലി എപ്പോഴും നള്ളായിരിക്കും. ഓക്കെ, നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ന്യൂ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് ജസ്റ്റ് പറയുകയേ വേണ്ടു. അപ്പോൾ നോഡ് ഓട്ടോമാറ്റിക്കലി, നോഡ് എന്നുള്ളൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡേറ്റയും പോയിൻ്ററുമാണുള്ളതെന്ന് ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഈ നോഡിന് എത്ര സ്ഥലം വേണം അത്രയും സ്ഥലം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ചെയ്ത് തരും. അതിനെ ഹെഡിലേക്ക് നമുക്ക് വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഹെഡ് ഈക്വൽ ടു നള്ളായിരിക്കും. ആദ്യത്തെ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ എലമെൻറ്റിനെ നമ്മൾ ഹെഡിലേക്ക് വയ്ക്കും. ഓക്കെ, സെക്കൻഡ് തേർഡ് ജസ്റ്റ് അത് എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഇൻസേർഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അത് നമുക്ക് ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പൊസിഷനിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ ഒരു കേസ് ജസ്റ്റ് ആദ്യം നോക്കിയത് ഫ്രണ്ടിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് ആദ്യത്തെ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ, പിന്നെയുള്ളതൊക്കെ എൻഡിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് തേർഡ് ടൈപ്പ് ഇൻസേർഷനാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. ഓക്കെ, ആദ്യത്തത് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഫ്രണ്ടും എൻഡൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ തേർഡ് ടൈപ്പ് ഇൻസേർഷനാണ് ചെയ്തത്. കാരണം എൻഡിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകുന്ന എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ അത് മാത്രമല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാം, ഒരു പ്രത്യേക പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാം, ഒരു നോട്ടിന് ശേഷം എന്ന് പറയാം, അല്ലെങ്കിൽ ഇത്രാമത്തെ പൊസിഷൻ എന്ന് പറയാം. അതൊക്കെ നമ്മൾ
നമ്മുടെ കൺവീനിയൻസ് പോലെ നമ്മൾ അൽഗോരിതം അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എ ഗിവൺ നോഡ് എന്നാണെങ്കിൽ ഒക്കെ അതിനനുസരിച്ച് ചെയ്യാം. ഇത്രാമത്തെ എലമെൻ്റായിട്ട് ഇത്രാമത്തെ നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, പിന്നെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി കണ്ടത്. ഓക്കെ, അതിന് അൽഗോരിതം നമ്മൾ കണ്ടില്ല, നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആഡ് എ നോഡ് അറ്റ് ദി ഫ്രണ്ട്, തുടക്കത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉള്ളത് ഓൾറെഡി നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 10, 15, 20, 25 എന്ന് പറഞ്ഞിട്ട് 4 നോഡുകളുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സിംഗിളി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമുക്ക് കണക്ഷൻ ഉള്ളത്. ഓക്കെ, അതായത് ആദ്യത്തത് രണ്ടാമത്തേലേക്ക്, രണ്ടാമത്തത് മൂന്നാമത്തേലേക്ക്, അങ്ങനെ ഒരു സിംഗിൾ ഒരു ആക്സസിൽ മാത്രം കണക്ഷനുള്ള ഒന്നിനെയാണ് നമ്മൾ ഒരു ആക്സിസ് എന്നല്ല, ഒരു ഡയറക്ഷനിൽ മാത്രം കണക്ഷൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക്, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക്, തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക്, ഒരു ലീനിയർ ഡയറക്ഷനിൽ, അങ്ങനെ ഒരു ഡയറക്ഷനിൽ മാത്രം പോകുന്ന ഒന്നിനെയാണ് നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 10, 15, 20, 25. ഓക്കെ, ശരിക്കും അങ്ങനെ ഓർഡറൊന്നുമില്ല, ജസ്റ്റ് ഒരു വെറുതെ ഓർഡറിൽ വെച്ചു എന്നേ ഉള്ളൂ. 10, 15, 20, 25 നമുക്ക് ഇഷ്ടമുള്ളത് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റിൽ അവർ ഓർഡറിൽ വെക്കുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ അതൊക്കെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ 10, 15, 20, 25 എന്നുള്ള 4 എലമെൻറ്റ്സാണ് നമുക്കുള്ളത് വിചാരിക്കുക. ഓക്കെ, ഓൾറെഡി ഉണ്ട്, 4 നോഡുകളുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 5 നമുക്ക് ഞാൻ മനസ്സിലാക്കും. 5 എന്നുള്ളൊരു നോഡിനെയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അത് എവിടെ ആഡ് ചെയ്യേണ്ടത്? ഫ്രണ്ടിലാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പുതിയ ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാവണം? 5, 10, 15, 20, 25 എന്നാവണം. ഓക്കെ, നേരത്തെ 10, 15, 20, 25 ആയിരുന്നു. ഒരു 5ഉം കൂടി മുന്നിൽ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും നിങ്ങൾക്ക് പുഷ്, പോപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ കാണാം. സാധാരണ നമ്മൾ സ്നാക്കിലാണ് പുഷും പോപ്പും ഉപയോഗിക്കുക. ജനറലി നമ്മൾ ഇൻസേർഷന് പുഷെന്നും ഡിലീഷന് പോപ്പെന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതും വിരോധമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ A, B, C, D എന്നുള്ള 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 4 നോഡുകൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്, ഹെഡ് എന്ന് പോയിൻ്റ് ചെയ്യുന്നു, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഹെഡ് എയിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഓക്കെ, അതിനുശേഷം B ആണ്, അതിനുശേഷം C ആണ്, അതിനുശേഷം D ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എയുടെ അഡ്രസ്സ് 100 എന്നും, ബിയുടെ അഡ്രസ്സ് 200 എന്നും, സിയുടെ അഡ്രസ്സ് 300 എന്നും, ഡിയുടെ അഡ്രസ്സ് 400 ആണെന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 100, 200, 300, 400 എന്നാണ് അഡ്രസ്സ് വിചാരിക്കുക. അപ്പോൾ ഹെഡിൻ്റെ ഉള്ളിൽ ഏത് വാല്യൂ ഉണ്ടായിരിക്കുക? ഹെഡിൻ്റെ ഉള്ളിൽ എയുടെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക 100. ആ എയുടെ നെക്സ്റ്റിൽ എന്ത് വാല്യൂ ഉണ്ടാവുക? ബിയുടെ അഡ്രസ്സാണ് ഉണ്ടാവുക, 200 എന്നാണ് ഉണ്ടാവുക. ബിയുടെ നെക്സ്റ്റിൽ എന്താ ഉണ്ടാവുക? സിയുടെ അഡ്രസ്സാണ് ഉണ്ടാവുക, 300. സിയുടെ നെക്സ്റ്റിൽ എന്താ ഉണ്ടാവുക? ഡിയുടെ അഡ്രസ്സാണ് ഉണ്ടാവുക, 400. ഡിയുടെ നെക്സ്റ്റിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല, നള്ളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ 4 നോഡുകളെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഇ എന്നുള്ള ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ആക്കണം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഹെഡ് എന്ന് പറയുന്നത് എയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, അത് മാറ്റിയിട്ട് ഇയിലേക്ക് ആക്കണം. ഇ എന്നുള്ളത് എയിലേക്ക് ആക്കണം. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇനെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? നമുക്കൊരു 3-4 സ്റ്റെപ്പിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഏത് ഓർഡറിൽ ചെയ്യണം എന്നറിയേണ്ടത്. ആദ്യം ഏത് ചെയ്യണം, അടുത്ത ഏത് ചെയ്യണം, അതിൻ്റെ അടുത്ത് ഏത് ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ വർക്കാവില്ല. ഓക്കെ, പറയാം. അപ്പോൾ എയുടെ അഡ്രസ്സ് 100 എന്നുള്ളതാണ് ഹെഡിലുള്ളത് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഈനെയാണ് തുടക്കത്തിൽ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഈനെ ക്രിയേറ്റ് ചെയ്യുക, ഇക്ക് വേണ്ടിയിട്ടുള്ള നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ന്യൂ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇക്ക് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിന് സപ്പോസ് 500 എന്നുള്ള അഡ്രസ്സാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഹെഡിൽ നേരെ കൊണ്ടുപോയിട്ട് 500 ഇട്ടാലോ? 100 ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് ഇയിലേക്ക് പോയിൻ്റ് ചെയ്യും. പക്ഷേ എയുടെ അഡ്രസ്സിന് എവിടെയും കിട്ടില്ല. എയുടെ അഡ്രസ്സ് വേറെ എവിടെയില്ല. എയുടെ അഡ്രസ്സ് ഹെഡിലാണ് ഉണ്ടായിരുന്നത്. പറഞ്ഞ് മനസ്സിലാക്കുക. ഹെഡിൽ ഓൾറെഡി 100 ഉണ്ടായിരുന്നു. അത് നള്ളാണെങ്കിൽ പ്രശ്നമില്ല. ഹെഡ് ഓൾറെഡി നള്ളാണെങ്കിൽ അതിൽ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് നേരിട്ട് കൊണ്ടുപോകാൻ കുഴപ്പമില്ല. അല്ല, ഹെഡിൽ ഓൾറെഡി ഒരു വാലിഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ റിസർവ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ആ ഹെഡിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പാടുള്ളൂ. ഏതിനെ? അതെ,
ഒരു സംഗതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടു, ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി അവിടെ ഒരു വാല്യൂ ഉണ്ട്, അതിനെ മാറ്റിയിട്ട് വേറെ വാല്യൂ ആക്കുകയാണ്. അപ്പോൾ മാത്രം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാത്ത ഇൻസേർഷൻ ഡിലീഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോരോ പൊസിഷൻ നീക്കി എലമെൻസിനെയൊക്കെ റിസർവ് ചെയ്ത് തൊട്ടടുത്ത പൊസിഷനിലേക്ക് നീക്കിയതിന് ശേഷമാണ് നമ്മൾ പുതിയ ഓൾറെഡി എലമെൻറ്റ് ഉണ്ടായിരുന്നൊരു പൊസിഷനിലേക്ക് പുതിയ എലമെൻറ്റിനെ വെച്ചത്. ഈ രീതിയിൽ ഹെഡിലേക്ക് നേരിട്ട് ഈയുടെ അഡ്രസ്സ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എയുടെ അഡ്രസ്സ് അതിലുണ്ടായിരുന്നത് പോവും, ഓവർ റൈറ്റ് ആവും. പിന്നെ എയുടെ അഡ്രസ്സ് കിട്ടാൻ യാതൊരു വഴിയില്ല. അപ്പോൾ ഇക്ക് എയിലേക്ക് പോകാൻ യാതൊരു വഴിയില്ലാണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈയുടെ നെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ആണ് എന്ത് ചെയ്യേണ്ടത്, എയിലേക്ക് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈയുടെ നെക്സ്റ്റിൽ എന്ത് വേണം, എയുടെ അഡ്രസ്സ് വേണം. അതെവിടെയുള്ളത്, ഹെഡിലുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ഹെഡ് എന്നുള്ളത് എയിലേക്ക് തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ എന്നുള്ള വാല്യൂ വെക്കാൻ നമുക്ക്. അതുപോലെ ഈയുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിലത്തെ വാല്യൂ കോപ്പി ചെയ്യണം. ഹെഡിലത്തെ വാല്യൂ ഈയുടെ നെക്സ്റ്റിലേക്ക് കോപ്പി ചെയ്താൽ മാത്രമേ ഈ എന്നുള്ളത് എയിലേക്ക് പോയിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതിനുശേഷം ഹെഡ് ഫ്രീ ആയി. ഇപ്പോൾ ഹെഡ് ഫ്രീ ആണ്. അപ്പോൾ ഹെഡിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈയുടെ അഡ്രസ്സായിട്ടുള്ള 500 വയ്ക്കാം. അപ്പോൾ ഹെഡ് എന്നുള്ളത് ഇയിലേക്ക് പോയിൻ്റ് ചെയ്യും, ഇ എന്നുള്ളത് എയിലേക്ക് പോയിൻ്റ് ചെയ്യും, എ ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും അത് ആ ഓർഡറിൽ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഈനെ നമുക്ക് എന്ത് ചെയ്തു, ഫ്രണ്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലിംഗ്വിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇ എ ബി സി ഡി എന്നാണ് വരിക. അപ്പോൾ ഇതാണ് ഇൻസേർഷൻ അറ്റ് ഫ്രണ്ട് എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഹെഡിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിൻ്ററിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനുള്ളിൽ വാലിഡ് ആയിട്ടുള്ള വാല്യൂ ആണോ നോക്കുക. ആണെങ്കിൽ അതിനെ മുന്നേ തന്നെ എടുത്തു വയ്ക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു അൽഗോരിതം എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ഐഡിയ എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അലോക്കേറ്റഡ് നോഡ്, ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡ് എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. നോഡ് എന്നുള്ളൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു ഡേറ്റ ഇൻറ്റിജറോ ക്യാരക്ടറോ എന്താ വേണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഡേറ്റ എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്. പിന്നെയുള്ളത് ആ നോഡിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ്. ഓക്കെ, നോഡ് സ്റ്റാർ നെക്സ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നോഡ് സ്റ്റാർ ആ ക്ലാസ്സിൻ്റെ പേരിൽ ന്യൂ നോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നോഡ് സ്റ്റാർ ന്യൂ നോഡ്. അപ്പോൾ ന്യൂ നോഡ് എന്നുള്ളത് ക്ലാസ്സിൻ്റെ വേരിയബിളാണ്. ഓക്കെ, ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ആ ക്ലാസ്സിൽ 2 കാര്യങ്ങളുണ്ട്, ഡേറ്റയുണ്ട്, നെക്സ്റ്റ് ഉണ്ട്, പോയിൻ്ററായിട്ടുള്ള നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ആ 2 വാല്യൂസിനും കൂടി എത്ര അഡ്രസ്സ് വേണം, എത്ര മെമ്മറി സ്പേസ് വേണം, അത്രയും മെമ്മറി സ്പേസ് പുതുതായി കണ്ടുപിടിച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിനെ ന്യൂ നോഡ് എന്നുള്ള വേരിയബിളിലേക്ക് വെക്കും. ഇപ്പോൾ ന്യൂ നോഡിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഇക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ, 500 എന്നുള്ള ലൊക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ന്യൂ നോഡിൽ 500 എന്നുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ന്യൂ നോഡിൻ്റെ ഡേറ്റ, അത് നമുക്ക് എപ്പോഴും ഫില്ല് ചെയ്യാൻ കുഴപ്പമില്ല. ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ 500 ആണ്. 500ൻ്റെ ഡേറ്റ നമ്മൾ ഫില്ല് ചെയ്തു, ന്യൂ ഡേറ്റ, അതായത് ഇ എന്ന് ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഒരു ഹൈഫൺ, ഒരു ആംഗിൾ ബ്രാക്കറ്റ്, ആ ഒരു ഇതാണ് നമ്മൾ ഡോട്ട് ന്യൂ നോഡ് ഡോട്ട് ഡേറ്റ എന്നൊക്കെ പറയുമെങ്കിലും ഡോട്ടല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, അവിടെ ആരോ മാർക്കാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ക്ലാസ്സിൻ്റെ ഉള്ളിലത്തെ നമ്മൾ ഓരോന്നിനെയും നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ന്യൂ നോഡ് ആരോ ഡേറ്റ ഈക്വൽ ടു ന്യൂ ഡേറ്റ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അടുത്തത് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ്, അതിൻ്റെ ഉള്ളിലത്തെ നെക്സ്റ്റ് വാല്യൂ എന്താണ്. നെക്സ്റ്റ് വാല്യൂവിനെ നമുക്ക് പറഞ്ഞു, ഹെഡിൽ ഓൾറെഡി എയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു, 100 എന്നുണ്ടായിരുന്നു. ആ 100നെ കൊടുത്തിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ ഇയുടെ നെക്സ്റ്റിൽ ഇടണമെന്ന് നമ്മൾ പറയുണ്ടായി. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ 100 എന്നുള്ള ലൊക്കേഷൻ, 100 എന്നുള്ള അഡ്രസ്സ് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലിട്ടു, ഇയുടെ നെക്സ്റ്റിലിട്ടു. അപ്പോൾ ഈ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, ഹെഡിനെ നമുക്ക് മാറ്റാം. ഹെഡ് ഈക്വൽ ടു എന്താക്കണം, ന്യൂ നോഡ് എന്നാക്കണം. അപ്പോൾ ഹെഡിൻ്റെ വാല്യൂ 500 ആവും. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഡേറ്റ ഫീൽഡ് എന്താ നമുക്ക് ഡേറ്റ വേണ്ടതെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിനെ, ഇപ്പോഴത്തെ ഹെഡിൽ വാലിഡ് ആയിട്ടുള്ള വാല്യൂ ആണുള്ളത്, എയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എയുടെ അഡ്രസ്സ് എടുത്തിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ്, അതായത് ഇയുടെ നെക്സ്റ്റിലേക്ക് ഇടണം. അതിനുശേഷം ഹെഡിനെ നമുക്ക് മാറ്റാം, ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്നാക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസേർട്ട് അറ്റ് ഫ്രണ്ടിൽ നമ്മൾ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ,
ഇനി ആഡ് എ നോഡ് ആഫ്റ്റർ എ ഗിവൺ നോഡ്. ഒരു നോഡിന് ശേഷം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ബി സി ഡി ഉണ്ട്. അപ്പോൾ ഇനെ ബിക്ക് ശേഷം ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സിക്ക് ശേഷം ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്ക് ശേഷം ഇൻസേർട്ട് ചെയ്യണം. മൂന്നും ആവാം. എക്ക് ശേഷമോ ബിക്ക് ശേഷമോ സിക്ക് ശേഷമോ ആവാം. ഓക്കെ, ഡിക്ക് ശേഷമായിട്ട് കാര്യമില്ല, ഡിക്ക് ശേഷമായാലും എൻഡ് എന്നുള്ള കോൺസെപ്റ്റായി. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ ഇനെ എക്ക് ശേഷം അല്ലെങ്കിൽ ബിക്ക് ശേഷം അല്ലെങ്കിൽ സിക്ക് ശേഷം ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ബിക്ക് ശേഷം എന്നാണ്. ബിക്ക് ശേഷമാണെങ്കിൽ എന്തൊക്കെ വേണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഇക്ക് വേണ്ടിയിട്ടുള്ളൊരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സപ്പോസ് നേരത്തെ പോലെ തന്നെ ഇതിനും 500 എന്നാണ് അഡ്രസ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 500 എന്നുള്ളത് നമുക്ക് ന്യൂ നോഡിൽ കിട്ടി. ആ ന്യൂ നോഡിൻ്റെ ഡേറ്റ നമുക്ക് ഫില്ല് ചെയ്യാം. അല്ലേ, എന്നുള്ളത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇവിടെ ഹെഡിന് പ്രാധാന്യമില്ല, കാരണം ഹെഡ് എന്ന് പറഞ്ഞാൽ മാറാൻ പോകുന്നില്ല. ഹെഡ് എപ്പോഴും എയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത്. കാരണം ഇനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ബിക്ക് ശേഷമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഹെഡ് മാറുന്നില്ല, അപ്പോൾ ഹെഡിനെ ഒന്നും ചെയ്യണ്ട. പക്ഷെ നമുക്കറിയാം ബിക്ക് ശേഷമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, ബി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണം? നമുക്കറിയാം ഈ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമുക്ക് വരാനുള്ള ഒരേ ഒരു വഴി ഹെഡാണ്. റാൻഡം ആക്സസ് പോസിബിൾ അല്ല, നമ്മൾ ഓൾറെഡി കാണണ്ടായി. അറേയുടെ പേരും ഇൻഡെക്സും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പോകുന്ന പോലെ നമുക്കിവിടെ പോകാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെഡിനെ പിടിക്കണം. ഹെഡിനെ പിടിച്ച് ഓരോന്ന്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ബിക്ക് ശേഷം നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കും ഹെഡിലുള്ള വാല്യൂ ബി ആണോ. ബി ആണെങ്കിൽ അതിന് ശേഷമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാമെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോയി. ഓക്കെ, അടുത്തതിലേക്ക് പോയിട്ട് അതിൻ്റെ ഡേറ്റ ബി ആണോ നോക്കി. ഓക്കെ ആണ്. അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം TMP എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ടെമ്പററി എന്നുള്ളതിന് TMP എന്നോ TMP എന്നോ ഒക്കെ അല്ലെങ്കിൽ T എന്നോ ഒക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്നത് പോലെ ഏത് നോഡിന് ശേഷമാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ആ നോഡ് വരെ നമ്മൾ എത്തണം. ഈ കേസിലാണെങ്കിൽ നമ്മൾ എയിൽ നോക്കി എ അല്ല, അടുത്ത് നോക്കി ബി ആണ്. ബിക്ക് ശേഷം നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ടെമ്പററി പോയിൻ്റർ നിൽക്കുന്നത് ഇപ്പോൾ ബിയിലാണ്. ഓക്കെ, ഇനി എന്ത് വേണം? അപ്പോൾ നമ്മൾ ഇനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ബി എന്നുള്ളത് ഇയിലേക്ക് പോയിൻ്റ് ചെയ്യണം, ഇ എന്നുള്ളത് സിയിലേക്ക് പോയിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇയുടെ വാല്യൂ വെച്ചതിന് ശേഷം ഇനി പോയിൻറ്റേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇയുടെ 500 എന്നുള്ള അഡ്രസ്സ് ടെമ്പിൻ്റെ TMP എന്നുള്ളതിൻ്റെ ടെമ്പിൻ്റെ നെക്സ്റ്റിൽ, അതായത് ബിയുടെ നെക്സ്റ്റിൽ നമ്മൾ കൊണ്ട് ഇടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബിയുടെ നെക്സ്റ്റിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള സിയുടെ അഡ്രസ്സ് പോവും. നേരത്തെ നമ്മൾ പറഞ്ഞു ഹെഡിലേക്ക് ആദ്യം തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എയുടെ അഡ്രസ്സ് പോകുമെന്ന് പറഞ്ഞു. അതേ പറഞ്ഞ പോലെ തന്നെ ബിയുടെ നെക്സ്റ്റിൽ ഓൾറെഡി സിയുടെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇയുടെ അഡ്രസ്സ് ബിയുടെ നെക്സ്റ്റിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ സിയുടെ അഡ്രസ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബിയുടെ നെക്സ്റ്റിനെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് റിസർവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇയുടെ നെക്സ്റ്റിലേക്ക് നമുക്ക് വയ്ക്കാം. ശരിയല്ലേ? നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു, അതിനോടൊക്കെ ഡേറ്റ വെച്ചു. ഇനി പോയിൻ്റർ അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ബിയുടെ നെക്സ്റ്റ്, അതായത് ടെമ്പിൻ്റെ നെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് വരണം കേട്ടോ. സെർച്ച് ചെയ്ത് വന്നിട്ടേ നമുക്ക് ബിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ടെമ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റിൽ ഉള്ള വാല്യൂവിനെ പിടിച്ചിട്ട് ഇയുടെ നെക്സ്റ്റിൽ, അതായത് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ നമ്മൾ കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇ സിയിലേക്ക് പോയിൻ്റ് ചെയ്യും. പക്ഷേ ഇപ്പോഴും ബി സിയിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നത്, കാരണം ബിയുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിയുടെ അഡ്രസ്സാണ്. ഇനി ബിയുടെ നെക്സ്റ്റ്, അതായത് ടെമ്പിൻ്റെ നെക്സ്റ്റ് നമ്മൾ മാറ്റണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് എന്താക്കണം? ഇയുടെ അഡ്രസ്സ് ആക്കണം. ന്യൂ നോഡ് 500 എന്നാക്കണം. ഓക്കെ, അപ്പോൾ മാത്രമേ ബി എന്ത് ചെയ്യുള്ളൂ? ഇയിലേക്ക് പോയിൻ്റ് ചെയ്യുള്ളൂ. ഇ ഓൾറെഡി സിയിലേക്ക് പോയിൻ്റ് ചെയ്യാനുള്ള നമ്മൾ ചെയ്തിരുന്നു. എന്താവും? ABECD എന്ന ഓർഡറിലായിരിക്കും ഇപ്പം നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ സെർച്ച് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, സെർച്ച് ചെയ്ത് വരണത് ഇതിൽ അവർ കാണിച്ചിട്ടില്ല. ഇൻസേർട്ട് ആഫ്റ്റർ ഇന്ന നോഡ് എന്നുകൊണ്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് വരണം. എന്നിട്ട് നമുക്ക് ടെമ്പ് അവിടെ എത്തുള്ളൂ. ഇവിടെ അതിനെ പ്രീവിയസ് നോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചെക്ക് ഇഫ് ദ ഗിവൺ പ്രീവിയസ് നോഡീസ്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എറർ എന്തെങ്കിലും നമ്മളിപ്പോൾ ഇന്ന വാല്യൂവിന് ശേഷമാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന്, പക്ഷേ ആ വാല്യൂ അവിടെ ഇല്ല. ഓക്കെ, നമ്മൾ ABCD 4 വാല്യൂ ഉള്ളത്, ഞാൻ അതിനെ പറഞ്ഞു എഫിന് ശേഷം എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എഫിനൊരു വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് സക്സസ്ഫുള്ളായി കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നമുക്ക് ഓൾറെഡി ബിക്ക് ശേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ബിയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡേറ്റ നമ്മൾ ഫില്ല് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ
നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ നമ്മൾ പ്രീവിയസ് നോഡ് ഉദ്ദേശിക്കുന്നത് ടെമ്പിനെയാണ്, ബീനെയാണ്. ഓക്കെ, ടെമ്പ് അല്ലെങ്കിൽ ബീനെയാണ്. അപ്പോൾ പ്രീവിയസ് നോഡിൻ്റെ നെക്സ്റ്റിനെ പിടിച്ചിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിൽ ഇട്ടു, പ്രീവിയസ് നോഡിൻ്റെ നെക്സ്റ്റിൽ ന്യൂ നോഡിനെ ഇട്ടു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയുടെ നെക്സ്റ്റ് ആണ്. ഇയുടെ നെക്സ്റ്റിൽ എന്ത് ചെയ്തു, ബിയുടെ നെക്സ്റ്റ് അതായത് സിയുടെ വാല്യൂ കൊടുത്തിട്ടു. ഓക്കെ, അപ്പോൾ ഇ എന്നുള്ളത് സിയിലേക്ക് പോയിന്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്തു, പ്രീവിയസ് നോഡിൻ്റെ നെക്സ്റ്റ് അതായത് ടെമ്പിൻ്റെ നെക്സ്റ്റ് അതായത് ബിയുടെ നെക്സ്റ്റ്. ഓക്കെ, ബിയുടെ നെക്സ്റ്റിൽ എന്ത് ചെയ്തു, ഇയുടെ അഡ്രസ്സ് കൊടുത്തിട്ടു ന്യൂ നോഡ്. ഓക്കെ, അപ്പോൾ ബി ഇയിലേക്ക് പോയിന്റ് ചെയ്യാൻ തുടങ്ങി, ഇ സിയിലേക്കും പോയിന്റ് ചെയ്തു. അപ്പോൾ ഇ അവിടെ ഇൻസേർട്ടായി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ആഡ് എ നോഡ് അറ്റ് ദി എൻഡാണ്. എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ പൊസിഷനിലാണെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല, നേരിട്ട് അവിടെയാണ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇടയിലാണെങ്കിലും എൻഡിലാണെങ്കിലും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് വരണം. ഓക്കെ, ഇടയിലാണെങ്കിൽ നമ്മൾ ഏത് എലമെൻറ്റിന് ശേഷമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ആ എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്ത് വരണം. അപ്പോൾ എൻഡിലാണെങ്കിൽ എന്ത് വരണം, എൻഡിലാണെങ്കിൽ ഇന്ന എലമെൻറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എൻഡിലാണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻഡ് നോഡിൻ്റെ നെക്സ്റ്റ് എപ്പോഴും നള്ളായിരിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള എൻഡൊന്നും നള്ളായിരിക്കില്ല. അവസാനത്തെ നോഡിൻ്റെ എൻഡ് നോഡിൻ്റെ നെക്സ്റ്റ് മാത്രമാണ് നള്ളായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് ഓരോരോ എലമെൻ്റായിട്ട് ചെക്ക് ചെയ്ത് വരണം. ഫോർ ലൂപ്പിൽ അല്ലെങ്കിൽ വൈൽ ലൂപ്പിൽ ഇട്ടിട്ട് നമ്മൾ ഹെഡ് മുതൽ ഓരോന്ന് നീങ്ങി വരണം. ഏതിൻ്റെ നെക്സ്റ്റാണ് നൾ എന്ന് ചെക്ക് ചെയ്ത് വരണം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ. ലാസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിച്ചാൽ പിന്നെ വളരെ എളുപ്പമാണ്. ഓക്കെ, ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെഡ് വഴി എ ബി സി ഡിയുടെ നെക്സ്റ്റ് ആയിരുന്നു നള്ളുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ എത്തി നമ്മൾ നിന്നു. അപ്പോൾ നമ്മുടെ ടെമ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ഡി ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യണം, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പുതിയൊരു നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ നോഡിൻ്റെ ഡേറ്റാ പാർട്ടിൽ ഇനെ വെച്ചു. ഓക്കെ, അപ്പോൾ ഇന്നായി ഈ നോഡിൻ്റെ ഡേറ്റാ വാല്യൂ. ഇനി അതിൻ്റെ നെക്സ്റ്റിൽ നമ്മൾ ഒന്നും ചെയ്യാനില്ല, അതിൻ്റെ നെക്സ്റ്റ് നള്ളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ നെക്സ്റ്റിലേക്ക് നൾ എന്ന് കൊടുക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈസിയായിട്ട് ഇയുടെ നെക്സ്റ്റ് അല്ലെങ്കിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് നൾ എന്ന് നമുക്ക് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഡി എന്ന് പറയുന്നത് ടെമ്പ് എന്നുള്ള വേരിയബിളാണ് നിൽക്കുന്നത്. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റ് എന്താക്കണം, നമ്മുടെ ഇ ആക്കണം, ന്യൂ നോഡ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇതും വളരെ എളുപ്പമാണ്. അപ്പോൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ തന്നെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു പോയിൻ്ററിനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി ലാസ്റ്റിലുണ്ടായിരുന്നു, നേരത്തെ പഴയ ലാസ്റ്റിൻ്റെ നെക്സ്റ്റിനെ മാത്രമേ മാറ്റാനുള്ളൂ. മറ്റേത് പുതിയ നോഡിൻ്റെ നെക്സ്റ്റ് നള്ളായിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കുറവാണ്. ലാസ്റ്റ് നോഡിലേക്ക് എത്തണമെന്ന് മാത്രം. എത്തിയതിന് ശേഷം ആ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റിനെ പിടിച്ച് പുതിയ നോഡാക്കുക, പുതിയ നോഡിൻ്റെ നെക്സ്റ്റിനെ നള്ളാക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പുതിയ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊന്നും സെക്കൻഡ് സ്റ്റെപ്പൊന്നും സെക്കൻഡ് സ്റ്റെപ്പ് പുട്ട് ഇൻ ദ ഡേറ്റേനെ പുട്ട് ചെയ്തു. ഓക്കെ, അതായത് ന്യൂ ഡേറ്റ പുതിയ ഇ എന്നുള്ള വാല്യൂവിനെ നമ്മൾ ന്യൂ നോഡിൻ്റെ ഡേറ്റയാക്കി വെച്ചു. ഓക്കെ, രണ്ടാമത്തെ യൂസ്ഡ് ഇൻ സ്റ്റെപ്പ് 5 എന്നുള്ളതൊന്നും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ന്യൂ നോഡിൻ്റെ തേർഡ് സ്റ്റെപ്പിൽ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിനെ നമ്മൾ നള്ളാക്കി. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ആറാമത്തെ സ്റ്റെപ്പാണ്, ലാസ്റ്റിൻ്റെ നെക്സ്റ്റിനെ ന്യൂ നോഡ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ചിരിക്കുന്നത് ആ സെർച്ച് ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് നോഡിലേക്ക് എത്തണമല്ലോ. ഓക്കെ, ലാസ്റ്റ് നോഡിലേക്ക് എത്താനുള്ള വഴികളെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതവിടെ യൂസ്ഡ് ഇൻ സ്റ്റെപ്പ് 5 എന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഈക്വൽ ടു ഹെഡ്, അതായത് നമ്മൾ നേരത്തെ അവിടെ ടെമ്പ് എന്ന് ഉപയോഗിച്ചു, ഇവിടെ അവർ ലാസ്റ്റ് എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ലാസ്റ്റ് എന്നോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ടെമ്പ് എന്നോ എന്തെങ്കിലും കൊടുക്കുക. അത് ഈക്വൽ ടു ഹെഡ്, തുടക്കം നമ്മുടെ ഹെഡിലാണ്, അപ്പോൾ അത് ഈക്വൽ ടു ഹെഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്ത് വരിക. ഓക്കെ, സെർച്ച് ചെയ്ത് വരിക എന്നാണ് ഈ പറഞ്ഞതുപോലെ. നമുക്ക് എന്താ വേണ്ടത്, ലാസ്റ്റ് നോഡാണ് വേണ്ടത്. ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് എപ്പോഴും നള്ളായിരിക്കും നമുക്കറിയാം. അപ്പോൾ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് നള്ളാണെങ്കിൽ നമ്മൾ നിർത്തണം. നള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ്, അതായത് അടുത്തടുത്ത പൊസിഷനിലേക്ക് നീങ്ങി വരിക. ഓക്കെ, ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പോലെ, അറിയില്ല നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പോലെയാണ് ലാസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഇൻക്രിമെൻറ്റിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതാണ്, അതിനെ നമ്മൾ ഹെഡാക്കി വെച്ചിരുന്നു. ഹെഡിൻ്റെ നെക്സ്റ്റ് നള്ളാണോ നോക്കി,
ഈ കേസിലല്ല, എ ആണ്. എയുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, അപ്പോൾ നള്ളല്ല. അപ്പോൾ ലാസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ടെംപ് ഈക്വൽ ടു ടെംപ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ബിയിലേക്ക് നീങ്ങി, വീണ്ടും ലൂപ്പിൽ തന്നെ ബിയുടെ നെക്സ്റ്റ് നള്ളാണോ നോക്കി, അല്ല. അപ്പോൾ വീണ്ടും സിയിലേക്ക് നീങ്ങി, സിയുടെ നെക്സ്റ്റ് നള്ളാണോ നോക്കി, അല്ല. അപ്പോൾ വീണ്ടും ഡിയിലേക്ക് നീങ്ങി, ഡിയുടെ നെക്സ്റ്റ് നള്ളാണോ നോക്കി, ആണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. അതിനുശേഷം 6ാമത്തെ സ്റ്റെപ്പിൽ വന്നു. 6ാമത്തെ സ്റ്റെപ്പിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡിയിലാണ്. അപ്പോൾ ഡിയുടെ നെക്സ്റ്റിനെ നമ്മൾ ന്യൂ നോഡാക്കി മാറ്റി. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് സെർച്ച് ചെയ്യേണ്ടത്. നമ്മൾ രണ്ടാമത്തെ കേസിലും ഇൻസേർട്ട് ആഫ്റ്റർ എ നോഡ് എന്നുള്ളതിലും ഇതേപോലത്തെ ഒരു സെർച്ചിങ് നമുക്ക് വേണം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ലാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ ടെംപ് ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ അല്ലെങ്കിൽ ഈക്വൽ ടു നൾ എന്നുള്ളതല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് അല്ലെങ്കിൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് അല്ല, ഡേറ്റ ഈക്വൽ ടു ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റയാണോ, അപ്പോൾ ബിക്ക് ശേഷം എന്നാണ് പറയുന്നതെങ്കിൽ ബി ആണോ. അപ്പോൾ ലാസ്റ്റ് എന്ന് പറയേണ്ട ടെമ്പ് ഡോട്ട് ഡേറ്റ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് നീങ്ങി പോകും. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. ഇങ്ങനെയാണ് 3 ഇൻസേർഷൻസ്. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് എൻഡ്, അതിനുള്ള ഇൻസേർഷൻ അറ്റ് ഗിവൺ പൊസിഷൻ, അതായത് ആഫ്റ്റർ എ പെർട്ടിക്കുലർ നോഡ്. അപ്പോൾ അത് ഏത് രീതിയിലും ചെയ്യാം. ചിലർ പറഞ്ഞു എനിക്ക് 4ാമത്തെ എലമെൻ്റായിട്ട് വേണം അല്ലെങ്കിൽ 10ാമത്തെ നോഡായിട്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് പോവാം. ഓരോന്ന് ചാടി പോകുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് പോവാം. അല്ല, ഈ പറഞ്ഞ പോലെ ഇന്ന എലമെൻറ്റിന് ശേഷം എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എലമെൻറ്റ് എവിടെയാണ് വരുന്നതെന്ന് സെർച്ച് ചെയ്ത് അവിടെ അതിന് തൊട്ടടുത്ത പൊസിഷനിൽ നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ.